സുനിൽ പറഞ്ഞതുപോലെ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും ആ നാട്ടുകാരെയും ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ആവേശം 30 വർഷമായി ആവേശം നൽകിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് യാത്രയാവുന്നത്. അപ്പം ഇത്രയധികം ജനങ്ങൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. എല്ലാവർക്കും കാണാനുള്ള സമയം ഇനിയും നൽകുമെന്നാണോ കരുതുന്നത്? ഇനി പൊതുദർശനം ഉണ്ടാവില്ല ധന്യ, കാരണം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് തന്നെ കൃത്യം 5:30 തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. കാരണം കാലാവസ്ഥ ഒരുപക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കും പ്രതികൂലമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പൊതുവെ ഒരു ഇരുണ്ടുമൂടിയ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ മഴയോ മറ്റോ വരാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. മാത്രമല്ല രാവിലെ മുതൽ തന്നെ കൃത്യമായി നിശ്ചയിച്ച തരത്തിൽ തന്നെ ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കാരണം 12 മണി വരെ മാത്രമാണ് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ 100 കണക്കിന് ആളുകൾ അവിടെ ക്യൂവിൽ ബാക്കിയുണ്ടായിരുന്നു അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനായി. പക്ഷേ അവർക്ക് പൂർണ്ണമായും അതിനുള്ള അവസരം നൽകാതെ തന്നെ 12 മണിയോടുകൂടി തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഇവിടെ ചൊക്ലിയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുവരികയായിരുന്നു. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിലാപയാത്രയും അതുപോലെ തന്നെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ കടക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്നതുപോലെ 5:30 സമയത്ത് തന്നെ കൃത്യം ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അതിനുവേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. മേനപ്രം നോർത്ത് ബ്രാഞ്ച് ഓഫീസ് അതിനോട് ചേർന്ന് 5 സെന്റ് സ്ഥലം പാർട്ടി വില കൊടുത്ത് വാങ്ങിയിരുന്നു. അവിടെയാണ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അതിനോട് ചേർന്ന് തന്നെ അനുശോചന യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് പുഷ്പൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ നേരത്തെ നേതാക്കളൊക്കെ പറയുന്ന പോലെ പുഷ്പൻ എന്നത് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പേരായി പാർട്ടി രേഖപ്പെടുത്തിയ ഒരു പേരാണ്. മാത്രമല്ല പാർട്ടി അണികൾക്കിടയിലും അവരുടെ നെഞ്ചിൽ അവരുടെ ചെങ്കുടിയിലെ നക്ഷത്രം പോലെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു വികാരമാണ് പുഷ്പൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായും പുഷ്പൻ ഈ 3 പതിറ്റാണ്ട് കാലത്തെ സഹന ജീവിതത്തിനൊടുവിൽ വിട പറയുമ്പോൾ സ്വാഭാവികമായും പുഷ്പന് അത്രമേൽ വൈകാരികമായ ഒരു യാത്രയപ്പ് തന്നെയാണ് പാർട്ടി പ്രവർത്തകർ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ മുതൽ തന്നെ 100 കണക്കിന് മനുഷ്യർ ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം ഈ അടുത്ത കാലത്തൊന്നും കണ്ണൂർ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രമേൽ വികാരനിർഭരമായ ജനനിബിഡമായ ഒരു യാത്രയപ്പാണ് പുഷ്പന് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും. ഈ സുനിൽ പറഞ്ഞതുപോലെ നമുക്കറിയാം, സഖാവ് പുഷ്പന്റെ കിടപ്പുമുറി തന്നെ സൗഹൃദ കൂട്ടായ്മകളുടെ കേന്ദ്രമായിരുന്നു എന്നൊക്കെ SRP രാവിലെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ അത്രയധികം ആളുകളുമായി ബന്ധം പുലർത്തിയിരുന്ന, നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലെല്ലാം അഭിപ്രായം ശ്രദ്ധിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പം അത്ര കാലത്തെ ബന്ധമുണ്ട്, 30 വർഷമായും അതിനു മുൻപുമുള്ള സഖാക്കളുമായുള്ള ബന്ധമുട്ട് കണ്ണൂരിലെത്തിയാൽ ഒരു നേതാവ് പോലും ആ വീട്ടിൽ പോകാതെ, പുഷ്പനെ കാണാതെ തിരിച്ച് പോവാത്ത കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം നേടിയ സഖാക്കൾ എല്ലാവരും സ്ഥലത്തുണ്ടോ? നേതാക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ? അതന്നെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഏണസ്റ്റോ ചെഗുവേരയുടെ കൊച്ചുമകൾ മുതൽ നമ്മുടെ നാട്ടിലെ സാധാരണ പാർട്ടി അനുഭാവി വരെ നിരവധിയായ മനുഷ്യർ, ഒരുപാട് ആളുകൾ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലായി ഇവിടെ വന്ന് ആ പുഷ്പനെ സന്ദർശിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനൊക്കെ ഏത് സമയത്തും ഇവിടെ പുഷ്പനെ കാണാൻ എത്തുമ്പോഴും എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും നാടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നൊക്കെ നിരവധിയായ ആളുകൾ ഇവിടെ എത്തുകയും പുഷ്പനുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കാണാമായിരുന്നു. കാരണം വേദന ഇങ്ങനെ കടിച്ചമർത്തി ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും വലിയ നുറുങ്ങുന്ന വേദനയുണ്ടെങ്കിലും ആ വേദനയൊക്കെ കടിച്ചമർത്തി പുഷ്പൻ ചിരിക്കുന്ന മുഖത്തോടെ അവരോട് സംസാരിക്കുന്നു. അവരോട് രാഷ്ട്രീയം മാത്രമല്ല സംസാരിക്കുന്നത്, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒരുപക്ഷെ അടുത്ത ബന്ധമുണ്ടാകുന്ന ആളുകളെ ഫോണിൽ വിളിക്കുകയും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ സുഖവിവരങ്ങളും അവരുടെ ജീവിത പ്രശ്നങ്ങളുമൊക്കെ അന്വേഷിക്കുകയും ചെയ്തിരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിതമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി പുഷ്പൻ്റേതായി ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്ന പോലെ അതിനിടയിൽ പല തരത്തിലുള്ള വിഷയങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നയപരമായ പല വ്യതിയാനങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായി വളരെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയ്ക്ക്
മേനപ്പുറം ബ്രാഞ്ച് അംഗമായിരുന്നു അദ്ദേഹം. ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ കൂടിയായിരുന്നു പുഷ്പൻ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം ഒരു ഘട്ടത്തിലും, ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പുഷ്പൻ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിയെ നോവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല പുഷ്പനുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ. എല്ലാ കാലത്തും പാർട്ടിക്കൊപ്പം നിന്ന്, പാർട്ടിയോട് ചേർന്ന് നിന്ന്, പാർട്ടിയുടെ ഒരു നല്ല സഖാവായും ഒരു ജീവിതം മുഴുവൻ ജീവിച്ച് തീർത്ത ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കൂടി വേണം നമുക്ക് പുഷ്പനെക്കുറിച്ച്, പുഷ്പൻ്റെ ചരിത്രം പറയുമ്പോൾ സൂചിപ്പിക്കാൻ. കാരണം അത്രമേൽ ആ ഒരു വൈകാരികത ഒരുപക്ഷെ CPM നേതാക്കളടക്കമുള്ള ആളുകൾക്കും അണികളടക്കമുള്ള ആളുകൾക്കും പുഷ്പനോടും ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ വരികയും പുഷ്പനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുഷ്പനെ വന്ന് കാണുമായിരുന്നു. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും സത്യപ്രതിജ്ഞയൊക്കെ മറ്റോ ചെയ്യുന്നതിനൊക്കെ മുമ്പ് പല ഘട്ടങ്ങളിലുമൊക്കെ ഇവിടെ വരികയും തുടർച്ചയായി പുഷ്പനുമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കണ്ണൂരിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പുഷ്പനുമായി അതിവൈകാരികമായ ബന്ധം സൂക്ഷിച്ചിരുന്നു. നേരത്തെ അന്തരിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇടയ്ക്കൊക്കെ ഇവിടെ വരികയും പുഷ്പനുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എല്ലാ കാലത്തും. അങ്ങനെ പുഷ്പന് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളോട് മാത്രമല്ല, ഏറ്റവും താഴെയുള്ള അണികളടക്കമുള്ള ആളുകളുമായി വലിയ വൈകാരികമായൊരു ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു പുഷ്പൻ. അതുകൊണ്ട് തന്നെ ആ വൈകാരികമായ ബന്ധം അണികൾക്കും പാർട്ടിക്കുമൊക്കെ തിരികെ പുഷ്പനോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുഷ്പൻ വിട വാങ്ങുമ്പോൾ പുഷ്പന് അത്രമേൽ വൈകാരികമായ, അത്രമേൽ ആവേശകരമായ ഒരു യാത്രയയപ്പ് പാർട്ടി അണികൾ നൽകുന്നത്. അത് രാവിലെ മുതൽ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാമായിരുന്നു. അതായത് ഏറ്റവും ഒടുവിൽ ഇവിടെ വീട്ടിലേക്ക് പുഷ്പൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുമ്പോൾ പോലും നൂറുകണക്കിനായ പാർട്ടി പ്രവർത്തകർ ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളികളോടുകൂടി ഏതാണ്ട് ഈ ഇവിടെ മൃതദേഹം എത്തിക്കുമ്പോൾ മുതൽ അവസാനിക്കുമ്പോൾ വരെ അത്രമേൽ ആവേശകരമായി പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരോടും ചിരിച്ച മുഖത്തോട് മാത്രം ഇടപെട്ടിട്ടുള്ള പാർട്ടിയുടെ ഉത്തമനായ ഒരു സഖാവായി ജീവിച്ച പോരാട്ടങ്ങളുടെയും സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെ ചരിത്രം സ്വന്തം ജീവിതത്തോട് എഴുതി ചേർത്ത പുഷ്പൻ ഒടുവിൽ യാത്രയാവുകയാണ്. 3 പതിറ്റാണ്ട് നീണ്ട സഹനത്തിൻ്റെ, അതിജീവനത്തിൻ്റെ ഒക്കെ അധ്യായം ബാക്കി വെച്ച്. ഒരുപക്ഷെ CPM-നെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ DYFI-യൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ കുത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറയുന്നത് ആ DYFI-യുടെയും ഒക്കെ സംഘടനാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര ചരിത്രമായി എഴുതി ചേർത്ത ഒരു അധ്യായമാണ്. അവിടെയാണ് ആ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയാൻ കഴിയുന്ന അതിലേറ്റവും ഉജ്ജ്വലമായ ഒരു കഥാപാത്രമായിരുന്നു സഖാവ് പുഷ്പൻ വെടിയുണ്ടകളെ പോലും തോൽപ്പിച്ച് ജീവിതത്തോട് സമരം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് 3 പതിറ്റാണ്ട് കാലം ഇവിടെ ഈ മനുഷ്യർക്കൊപ്പം നല്ല സഖാവായി, നല്ല സുഹൃത്തായി, നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി, എല്ലാവരും ചേർത്ത് വെക്കുന്ന ഒരു മനുഷ്യനായി ജീവിച്ച പുഷ്പനൊടുവിൽ ഇന്നലെ വൈകുന്നേരം യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. കാരണം പല ഘട്ടങ്ങളിലും പുഷ്പൻ്റെ ആരോഗ്യസ്ഥിതി പലപ്പോഴും അതീവ ഗുരുതരമായി മാറുന്നൊക്കെ സാഹചര്യമൊക്കെ പലപ്പോഴും നേരത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ മരണത്തെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നതാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ആണ് അദ്ദേഹത്തെ അവസാനമായി വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ആരോഗ്യനില കുറേ കൂടി മോശമാകുന്നു. തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. പുഷ്പൻ മരണശേഷം ഇപ്പോഴും ഇത്രയും മണിക്കൂറുകളായി, ഇപ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ പൂർത്തിയാകുന്നു. ആ സമയമൊക്കെയും പുഷ്പൻ്റെ ഭൗതിക ശരീരത്തിനൊപ്പം നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ അവരുടെ സ്നേഹം പങ്കിട്ട് പുഷ്പനെ ചേർത്ത് പിടിച്ച് പുഷ്പൻ്റെ ഈ വിലാപയാത്രയ്ക്കൊപ്പം പല ഭാഗത്തു നിന്നെത്തിയ നൂറുകണക്കിന് മനുഷ്യർ ഏറ്റവും ഒടുവിൽ പുഷ്പൻ്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകളിലേക്ക് അല്പസമയത്തുള്ളിൽ എത്താൻ വേണ്ടി പോവുകയാണ്. ആ സമയം വരെ അല്ലെങ്കിൽ അതുവരെ പുഷ്പനെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു വൈകാരികമായ ഒരു ഇടപെടൽ കൂടിയാണ്. കാരണം അത്രമേൽ വൈകാരികമായി അവർ പുഷ്പനെ ചേർത്ത് പിടിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് നമുക്ക് ഈ അന്ത്യയാത്രയിലുടനീളം കാണാൻ കഴിഞ്ഞിരുന്നത്. എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ പുഷ്പൻ എന്ന് പറയുന്നത് ഒരു കുത്തുപറമ്പ് സമര പോരാളി എന്നതിനൊക്കെ അപ്പുറത്തേക്ക്
ഞാൻ പറഞ്ഞു, ഓരോ പാർട്ടി പ്രവർത്തകരെയും സംബന്ധിച്ച് അവർക്ക് അവരുടെ ഒരു സുഹൃത്തായി, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ സങ്കടങ്ങളിലൊക്കെ അത് പങ്കുവയ്ക്കാൻ കഴിയുന്ന ആ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തായി മാറാൻ കഴിഞ്ഞിരുന്നു. വേദനകളെയൊക്കെ ചിരിച്ച മുഖത്തോടെ നേരിട്ട ഒരു അതിജീവനത്തിൻ്റെ ഒരു പോരാളി എന്ന നിലയ്ക്ക് കൂടിയായിരിക്കും വരും കാലം പുഷ്പൻ്റെ എന്ന പേര് അടയാളപ്പെടുത്തുക എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും പുതുക്കുടി പുഷ്പൻ എന്ന മനുഷ്യൻ യാത്രയാവുകയാണ്. പുതുക്കുടി പുഷ്പന് ഈ നാട് അത്രമേൽ ആവേശകരമായ, അത്രമേൽ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു അന്ത്യയാത്രയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ശരി സുനിൽ.